മികച്ച ബാലതാരത്തിന് ഇത്തവണ അവാർഡ് നേടിയ ഗപ്പിയിലെ താരം തന്നെയാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. ചേതൻ നമ്മളോട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കും. ചേതൻ, ആദ്യം തന്നെ ചോദിക്കട്ടെ, സന്തോഷമായില്ലേ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ പറയുക, സാധാരണ പോലെ എല്ലാവരും എന്താ പറയുക, നല്ല സന്തോഷമുണ്ട് എല്ലാവരും. ആദ്യം ആരാ അഭിനന്ദിച്ചത്? ആദ്യം അമ്മയാണ്, ചേച്ചി, പിന്നെ എല്ലാവരും കൂടെയായിരുന്നു ചെയ്ത്. എല്ലാവരും ഇപ്പോൾ ഇവിടെ സാറുമാരും ടീച്ചർമാരും എല്ലാവരും കൂടെ ഉണ്ട്. ഇപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ എല്ലാവരും തന്ന സപ്പോർട്ടിന് സന്തോഷം മാത്രം. ഒരു വലിയ താരത്തേക്കുള്ളൊരു മാറ്റം കൂടി വരേണ്ട ഒരു സമയമായി ഇനിയുള്ള കാലം. എങ്ങനെയാണ് ഇനി ഒരു മലയാള സിനിമയിലേക്ക് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? എനിക്ക് നല്ല രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇനി പഠിക്കാനുണ്ട്. എനിക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ തുടരണം എന്ന് തന്നെയാണ്, സിനിമയിൽ തന്നെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഇനിയും ജനങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇത്രയും മാത്രം. എനിക്ക് തോന്നുന്നു 16 വയസ്സുകാരൻ്റെ ഒരു അഭിനയം ഭയങ്കര നല്ലൊരു അഭിനയം തന്നെയായിരുന്നു. 16 വയസ്സിൽ കാഴ്ചവെക്കുന്നതിൻ്റെ അപ്പുറം ചേതൻ അതിൽ ഗപ്പിയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള അവസരങ്ങളെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ? അതാ പറഞ്ഞത്, എനിക്ക് സ്ക്രിപ്റ്റിങ്ങിലും കുറച്ചും കൂടെ എന്താ പറയുക ശ്രദ്ധിക്കാനുണ്ട്. സ്ക്രിപ്റ്റിലായാലും എന്തിലായാലും കുറച്ചും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ സിനിമ തന്നെ ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല, എന്താ പറയുക, അറിവ് അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്രൂ തന്ന സപ്പോർട്ട്, ജോണേട്ടൻ, ആ ഡയറക്ടർ തന്ന സപ്പോർട്ട്, ടോയ് ചേട്ടൻ, ഗിരീഷ് ചേട്ടൻ, എല്ലാവരും, ക്യാമറമാൻ എല്ലാവരും തന്ന സപ്പോർട്ട്, ആ സപ്പോർട്ടിലാണ് ഇപ്പോൾ എന്താ പറയുക പടം തന്നെ ഒരു നല്ലൊരു വിജയിക്കാൻ സാധിച്ചത്. പരീക്ഷയ്ക്കിടയിൽ ഇങ്ങനെ ഒരു വലിയ സന്തോഷം വന്നപ്പോൾ എങ്ങനെ താങ്ങാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് എന്താ വെച്ചാൽ നാളത്തെ പേടിയും ഇന്നത്തെ സന്തോഷവും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു മീഡിയം ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, ഞാനും നല്ല സന്തോഷത്തിലാണ്. പിന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി, അത്രയും മാത്രം. ഇപ്പോൾ പുതിയ അവസരങ്ങൾ എങ്ങനെ വരുന്നുണ്ടോ? ഏത് തരത്തിൽ പുതിയ പ്രൊജക്റ്റുകൾ? പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് തീരുമാനമായിട്ടില്ല, സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് വെക്കേഷൻ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ചേതൻ, എനിക്ക് തോന്നുന്നു സിനിമയിലൊരു അപരനും കൂടിയുണ്ട്. സ്വാഭാവികമായും ആ തരത്തിൽ അങ്ങനെ ഒരു പലതരത്തിൽ മാറ്റങ്ങൾ, പല ആളുകൾ ആ തരത്തിൽ തിരിച്ചറിയപ്പെടാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടപരന്മാരുണ്ട്. ഒന്ന് ഫോട്ടോഗ്രാഫറിലെ പയ്യൻ എന്നാണ് മിക്കവരും ചോദിക്കുന്നത്, ഫോട്ടോഗ്രാഫറിലെ പയ്യല്ലേ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അല്ല എന്ന് പറയും. പിന്നെയുള്ള മിനോണാണ്. പക്ഷേ മിനോണിൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, പുള്ളിയും നല്ല സപ്പോർട്ടാണ്. അവരും നല്ല കാര്യങ്ങളിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക നല്ല സപ്പോർട്ടാണ്. ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഇതായിട്ടുണ്ട് മിനോണായിട്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. കൂടുതലും ചേതൻ ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമാണല്ലോ. എങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്ന് എല്ലാവരും അഭിനന്ദിച്ചു? ഇപ്പോൾ വലിയ നല്ല രീതിയിൽ അഭിനന്ദിച്ചു, എല്ലാവരും വിളിക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ വിളിച്ചു. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, എല്ലാവരും ഫ്രണ്ട്സും ഞാനും. ഈ സന്തോഷം എങ്ങനെ ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അതറിയില്ല, നാളെ ചെന്നിട്ട് വേണം ആലോചിക്കാൻ. അവരെന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് ഹാപ്പി ആക്കുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടി ഗൗരവ സ്വഭാവമുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യണമെന്നാണോ, അതോ വില്ലൻ ഭയങ്കര ഇഷ്ടം, വില്ലൻ കഥാപാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഒരു വില്ലൻ അടിപൊളിയാണ്, ഒരു ഇഷ്ടമുള്ള ക്യാരക്ടറാണ് വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇതായിട്ട് ചെയ്യാൻ തന്നെയാണ്. സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിലൊക്കെ നല്ല രീതിയിലാണ്, സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവർ തരുന്ന സപ്പോർട്ടും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി കൊണ്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഒരു അഭിനയിക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. ചേതൻ്റെ ഏറ്റവും കൂടുതൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ടോവിനെ ആയിരിക്കും അല്ലേ? ടോവിനെ എന്ത് പറഞ്ഞു ഈ ഒരു അവാർഡ്? വിളിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോയ് ചേട്ടൻ നല്ല രീതിയിൽ എന്താ പറയുക, പുള്ളി വിളിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെയാണ് എനിക്കും സന്തോഷം. പുള്ളി വിളിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളിയും ഇപ്പോൾ അത്യാവശ്യം ടോയ് ചേട്ടൻ തന്ന സപ്പോർട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ മെക്സിക്കൻ ഭാരതത്തേക്ക് ഇറങ്ങി പുള്ളിയും അത്യാവശ്യം എന്താ പറയുക, പുള്ളിയാണ്, എന്നാലും പുള്ളി വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടോയ് ചേട്ടനും നന്ദി. ഇനി ആരുടെ കൂടെ അഭിനയിക്കണമെന്നാണ്, ഇങ്ങനെ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിക്കണമെന്നാണ്? എനിക്ക് 20 മുകളിൽ സിനിമകൾ ഇപ്പോൾ 5-6 വർഷത്തിനുള്ളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി ഏതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയാണ് ഇനി അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം? എനിക്ക് ഇതേ ടീമിൽ തന്നെ വർക്ക് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്രൂ ആയിരുന്നു ഗപ്പിയുടെ ക്രൂ. അപ്പോൾ ആ ക്രൂവിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായിരുന്നു. എന്തായാലും ഇത്രയും നേരം നമ്മളോട് ഈ അവാർഡിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു ചേതൻ. കൂടുതൽ അവസരങ്ങൾ ഇനിയും ചേതന് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.